ചോറും കറികളുമൊക്കെ റെഡിയായി. നമുക്ക് പത്തിലത്തോരനും കൂട്ടി ചോറുണ്ണാം. പത്തിലത്തോരന്, മുട്ട പൊരിച്ചത്, തക്കാളിക്ക തോരന്, വാഴയ്ക്കയും പച്ചപ്പയറും കൂടെ തോരൻ. ഇത്രയാണ് ഇന്നത്തെ കറി. ഇനി വേണ്ടവർക്ക് അച്ചാറുമുണ്ട്. പിന്നെ ചാറുകറിയൊന്നുമില്ല, തൈരാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കാന്താരി മുളകും ചേർത്ത് ഇന്നത്തെ ഈ ഊണ് റെഡിയാക്കിയ, അല്ലെങ്കിൽ പത്തിലത്തോരൻ വെച്ചാൽ എങ്ങനെയാണെന്ന് കാണാം. പത്തിലത്തോരൻ വയ്ക്കാം. അതിനുള്ള ഇലകളൊക്കെ ഞാനിവിടെ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. അടുത്ത് കാണിക്കാം. കോവൽ, തഴുതാമ, ചേമ്പ് 2 തരമുണ്ട് കേട്ടോ. കാട്ടുതാളുമുണ്ട്, ചീമച്ചേമ്പിറ്റയുണ്ട്, മുട്ടച്ചീര, ചേന, ചീര, അല്പം ഉള്ളിയുടെ കിളിർത്ത് വന്നതാണ്, ചുവന്നുള്ളി, കൊച്ചുള്ളി, പയറില, ചീനിയില, കുമ്പളത്തിൻ്റെ ഇല, പാവലിൻ്റെ ഇല, മൾബറിയുടെ ഇല. ഇത്ര ഇലകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം ഒന്ന് വെള്ളം തോരാൻ വെച്ചിരിക്കുകയാണ്, നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒപ്പം തന്നെ അതിനൊരു അരപ്പ് റെഡിയാക്കണം. അരപ്പിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കൊച്ചുള്ളിയും മുളകും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. 2-3 കറിവേപ്പില ഇടാം. ഇനി തേങ്ങയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അതിനുള്ള തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞൾ, തേങ്ങ മഞ്ഞളും ചേർത്ത് ഇതിനകത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇലകൾ നമ്മൾ അരിഞ്ഞെടുത്തു. കടുക് പൊട്ടിക്കാനുള്ള കൊച്ചുള്ളി അരിഞ്ഞെടുത്തു, മുളക് അരച്ചെടുത്തു. ഇനി നമുക്ക് അടുപ്പത്തിൽ കത്തിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇലക്കറി ആയതുകൊണ്ട് ഇലക്കറിയിലെ കാൽസ്യവും വിറ്റമിൻ ഡി ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരല്പം എണ്ണ ചേർത്തിരിക്കണം. കറി വെച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ആദ്യം എണ്ണയ്ക്കകത്തിട്ട് ഉണ്ടാക്കാം. കടുകിട്ടില്ല, ഉള്ളി ഇട്ടു. വേണമെങ്കിൽ കടുകിടാം കേട്ടോ. കടുക് ഉഴുന്നൊക്കെ വേണമെങ്കിൽ ഇടാം. ഇനി ഇലയ്ക്കകത്തേക്ക് ഒരല്പം മുളക് അരച്ചതിടാം. മുളക് അരച്ചത് അല്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പാകത്തിലെടുക്കാം നമുക്ക്. ഇലകൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അല്പം തേങ്ങ ചേർക്കുന്നത്. ഉള്ളി പതുക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇതേ ഇലകൾ തന്നെ ഒന്നും ചേർക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. കർക്കിടകത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ളതും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഇലയും നമുക്ക് ചേർക്കാം. കറി വയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലകൾ നമുക്കറിയാമല്ലോ. മത്ത ഇല ഞാൻ എടുത്തിട്ടില്ല. മത്തയുള്ളവർക്ക് മത്ത ഇല എടുക്കാം. പിന്നെ ചൊറിയൻ കണ്ണൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ആ ഇല ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ചില ഇലകളൊക്കെ ആണെങ്കിൽ തിളപ്പിച്ച് ചൂറ്റിയിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇലകൾ അതൊന്നും വേണ്ട, നേരെ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് മൂടി വയ്ക്കാം. ഒരല്പം അരപ്പും കൂടെ ചേർക്കാം. അല്ല, ഇല വെന്ത് കഴിയുമ്പോഴത്തേനും അരപ്പ് കുറഞ്ഞു പോകും. അല്ല, അരപ്പ് തേങ്ങ കൂടിപ്പോകും, ഇല കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഉപ്പും വളരെ കുറച്ച് മതി. കറിവേപ്പില ഒരല്പം അരച്ചായിരുന്നു, എന്നാലും ബാക്കി കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ കുറച്ച് വെച്ചു. മുരിഞ്ഞ ഇല കർക്കിടകത്തിൽ നമ്മൾ വെയിലില്ലാത്തതുകൊണ്ട് കറി വയ്ക്കില്ല. തകരയില പത്തലത്തോരനിലെ ഒരു മുഖ്യ ഇനമാണ്. എനിക്കിന്ന് തകരയില കിട്ടിയില്ല. തകരയില പറിക്കണമെങ്കിൽ വല്ല
അതുള്ളത് അന്വേഷിച്ച് പോകണ്ടേ. ഞാനിപ്പോൾ കർക്കിടകം തുടങ്ങി ഇന്ന് 3-ാം തീയതി ആയതേ ഉള്ളൂ. ഇന്ന് തന്നെ അങ്ങ് കറി വെച്ച് വെച്ചു. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൂടെ കറി വയ്ക്കാമെന്ന്. താളും തകരയും ചൊറിയണങ്ങും ഒക്കെ കിട്ടുവാണേ അന്ന് നമുക്ക് അടുത്ത പത്തലത്തോരൻ വയ്ക്കാം. ഇപ്പം ഞാനിവിടെ പുകയില്ലാത്ത അടുപ്പിൽ കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെന്തു വാർക്കറായി. നമുക്കത് വാർക്കാം. അതിനിടയിൽ കഞ്ഞി വാർക്കാൻ പോയായിരുന്നു. നമ്മുടെ പത്തലത്തോരൻ റെഡിയായി. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചത് കൊണ്ട് ഇനി നമുക്ക് എണ്ണ ചേർക്കണ്ട. അതല്ലെങ്കിൽ മുളകരച്ചത് ഇലയും കൂടെ തിരുമ്മി അടുപ്പത്ത് വെച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അല്പം കടുക് പൊട്ടിച്ചതിൻ്റെ മീതെ ഒഴിക്കാം. ഞാൻ കാന്താരി മുളക് മാത്രം അരച്ചുള്ളൂ. പത്തരമുളക് അരയ്ക്കേണ്ടവർക്ക് അരയ്ക്കുമല്ല ഇടേണ്ടവർക്ക് അത് ഇടാം. കൂട്ടി നോക്കാം അല്ലേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഭക്ഷ്യയോഗ്യമായ മുരിങ്ങയില അല്ലാത്ത ഏതെങ്കിലും പത്തല ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഒരു പ്രാവശ്യം പത്തലത്തോരൻ നിന്ന് പരീക്ഷിച്ച് അല്ലെ കറി വെച്ച് നോക്കണം കേട്ടോ. കൂട്ടണം, ആരോഗ്യത്തിന് വേണ്ടിയല്ലേ. നമ്മുടെ കറി റെഡിയായി. ഞാനൊന്ന് അടുത്ത് കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്കത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഉണ്ടോ, ഇച്ചിരി ചൂട് കഞ്ഞിയും ഇങ്ങോട്ട് കിട്ടിയാൽ നമുക്ക് അങ്ങ് കഴിക്കാം. ഇത് 1 മണി ആകാറായി. നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടെ കഴിക്കാം. നമ്മളൊരു പാത്രത്തിൽ ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കല്പം തൈരും കൂടെ ചേർക്കാം. അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. കാരണം ഇന്ന് ചാറുകറിയൊന്നുമില്ല. ചോറും കറികളും ഒക്കെ റെഡിയായി. നമുക്ക് പത്തിലത്തോരനും കൂട്ടി ചോറുണ്ണാം. പത്തിലത്തോരന്, മുട്ട പൊരിച്ചത്, തക്കാളിക്ക തോരന്, വാഴയ്ക്കയും പച്ചപ്പയറും കൂടെ തോരൻ. ഇത്രയാണ് ഇന്നത്തെ കറി. ഇനി വേണ്ടവർക്ക് അച്ചാറുമുണ്ട്. പിന്നെ ചാറുകറിയൊന്നുമില്ല, തൈരാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കാന്താരി മുളകും ചേർത്ത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, കമൻ്റ് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.